തനിയേ തേങ്ങുന്നിതാ ഇരുളിൽ പൊൻതാരകം ചിരിയിൽ വിരിയുമ്പോഴും പൊഴിയും ഈ ജീവിതം ജീവസന്ധ്യയും എരിയുന്നൊരു പകൽ നാളകം മഴനൂലുകൾ ഇഴനെയ്യുമീ കുളിരോർമ്മയും ഇനി നിന്റെയായി അറിയുന്നതും പറയാത്തതും നിറയും കാലം നിന്റെ കാന്തമൗനത്തിൻ നിറനിലാവിൽ ജീവിതം 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 നന്ദനയും ഉദയനും വസുന്ധരയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ മറുപടി കൊടുക്കുന്നു. ശേഖരന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് സുമിത്ര സുധയോട് പറയുന്നു. കാർത്തിക നന്ദനയുടെ മുറിയിലെത്തുന്നു. ഉദയനേക്കാൾ നല്ല അഭിനേതാവ് നന്ദനയാണെന്ന് കുറ്റപ്പെടുത്തുന്നു. സുധയും രഘുവരനും ശേഖരന്റെ വീട്ടിലെത്തുന്നു. അച്ഛന്റെ സ്വഭാവദൂഷ്യത്തെ കുറ്റപ്പെടുത്തുന്ന സുധ. രാത്രി വൈകിയേ എത്തൂ എന്ന വിവരം അമ്മയെ അറിയിക്കണമെന്ന് ഉദയൻ നന്ദനയോട്. ഇനി തുടർന്ന് കാണുക. ഉദയനെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. സമയം കുറേയായി. നേരത്തെ എന്നെ വിളിച്ചിരുന്നമ്മേ. വരാൻ കുറച്ച് വൈകുന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ വൈകിയല്ലോ. ചിലപ്പോ ഇന്ന് വരാൻ പറ്റില്ലെന്ന് സൂചിപ്പിച്ചു. ഇവൻ ഇതെവിടെ പോയി കിടക്കുക? നേരത്തെ ഞാൻ നന്ദനോട് പറഞ്ഞതാ ഉദയനെ അവന്റെ ഇഷ്ടത്തിന് വിടരുതെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ വീടെന്നൊരു ചിന്തയെ അവനില്ല. ഇപ്പൊ അതിന് മാറ്റമുണ്ടമ്മേ. വരാൻ ലേറ്റ് ആവാൻ തന്നെ വിളിച്ചു പറയാനെങ്കിലും തോന്നിയല്ലോ. ആ അത് ശരിയാ. എന്നാലും എവിടെ പോയതാ ഈ ഉദയൻ? കുറച്ച് അകലെ അമ്മേ. എന്തെങ്കിലും ഗുണമുള്ള കാര്യത്തിനാണോ? ആർക്കറിയാം. അതെ അമ്മേ, ഒരു മീറ്റിങ്ങിനാ പോയിരിക്കുന്നേ. അതാണോ ഗുണമുള്ള കാര്യം? മീറ്റിംഗ് പോലും വെറുതെ സമയം കളയാൻ. ഇതങ്ങനെയല്ലമ്മേ. ഗ്രാമീണ കലോത്സവ. അവിടുത്തെ പ്രധാന ഗസ്റ്റാ. ഉദ്ഘാടനം നിർവഹിക്കണം. പത്രത്തില് വാർത്തയും ഫോട്ടോ ഒക്കെ വരും. നമ്മൾ ഉദയനെ എപ്പോഴും നേരിട്ട് കാണുന്നതല്ലേ, പിന്നെ എന്തിനാ ഫോട്ടോ? അതുപോലെയാണോ അമ്മേ പത്രത്തിൽ ഫോട്ടോ വരുന്നത്? കുന്നത്തൂർ ഉദയവർമ്മേ നാട്ടുകാരൊക്കെ അറിയട്ടെ. അമ്മയുടെ മോൻ പ്രസിദ്ധനായൊരു കലാകാരനാണെന്ന് മറ്റുള്ളവർ അറിയുന്ന അഭിമാനമല്ലേ? ഭാര്യ എന്ന നിലയ്ക്ക് എനിക്കത് അഭിമാനം. എന്തു പറഞ്ഞാലും സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം. എന്റെ ഏറ്റവും വലിയ സന്തോഷം അതാ. മോളെ, മുൻവശത്തെ വാതിലടച്ചിട്ട് നീ കിടക്കുന്നെങ്കിൽ കിടന്നു.
ഇതെന്താ ഉദയ, നേരം എത്രയായിന്നറിയോ? ഉദയ, അവിടെ നിന്നേ. സമയം 12:30 കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉറക്കൊഴിഞ്ഞിരിക്കുകയാണെന്നുള്ള കാര്യം നീ ഓർക്കണ്ടേ? അതിന്റെ ആവശ്യം എന്താ? കിടന്നുറങ്ങായിരുന്നില്ലേ? വീടും തുറന്നിട്ട് പാതിരാത്രി കിടന്നുറങ്ങാനോ? ഇത്രയും നേരം പുസ്തകം വായിച്ചുകൊണ്ടിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഉറക്കൊഴിച്ച് കാത്തിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനെന്താ സുഖമില്ലാത്ത ആളാണോ? സുഖവും സൗകര്യമൊക്കെ കൂടിപ്പോയതാ നിന്റെ കുഴപ്പം. പറഞ്ഞതിന് നേരത്തെ വന്നത്. ചിലപ്പോ 2 മണിയാവുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. 2 മണിയോ? എന്നിട്ട് നീ അത് നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ നേരത്തെ വന്നെങ്കിലും ഒന്ന് വിചാരിച്ചു. ഒന്നും കഴിച്ചു കാണില്ലല്ലോ. ദോശ ചൂടട്ടെ? മാവിരിപ്പുണ്ട്. വേണ്ട. എന്ന കാപ്പിയോ മറ്റോ? ഒന്നും വേണ്ട. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ഉദയ? എന്ത് പ്രോഗ്രാം? ഞാൻ അമ്മയോട് പറഞ്ഞു കലോത്സവത്തിന് ഉദ്ഘാടകനായ പോയെന്ന്. ചോദിക്കാൻ എന്താ അമ്മേ, അവിടെ നന്നായിട്ട് ഷൈൻ ചെയ്ത് കാണും. അമ്മ പോയി കിടന്നുറങ്ങിക്കോ. ഭർത്താവും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഏത് കലോത്സവത്തിന്റെ കാര്യ അമ്മയോട് താൻ പറഞ്ഞത്? ഏതോ ഒരു ഗ്രാമീണ കലോത്സവം. എവിടെയാണെന്ന് ചോദിച്ചാ അകലെ എവിടെയോ. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ. താൻ കയ്യെന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ നോക്കണ്ട. ഇറങ്ങാൻ നേരം ഞാൻ ചോദിച്ചതല്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്. അപ്പൊ പറയാൻ ബുദ്ധിമുട്ട്. അമ്മ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ പറയണായിരുന്നു. അമ്മയുടെ ഗുഡ് ലിസ്റ്റിൽ പെടുക എന്നുള്ളതാണോ നന്ദയുടെ ലക്ഷ്യം? അതിന് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യേണ്ടതില്ല. മകനെ കൂടെ അമ്മയുടെ ഗുഡ് ലിസ്റ്റിൽ പെടുത്തിയാൽ മതി. ഓ, അതൊന്നും തന്റെ റിസ്ക് അല്ല. ഞാനതൊന്നും ശ്രമിക്കുന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. ഒരാശ്വാസത്തിന് വേണ്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. തിരിച്ച് വീട്ടിൽ വരുമ്പോ വീണ്ടും വീർപ്പ് മുട്ടൽ. വല്ലാത്ത കഷ്ടം തന്നെ. അപ്പൊ എന്റെ കാര്യം സദാസമയം ഇവിടുത്തെ ചുവരുകൾക്ക് നടുവിലല്ലേ ഞാൻ. പോരാത്തതിന് കാർത്തികേച്ചിന്റെ വക ഒരു 100 ചോദ്യങ്ങൾ. സിനിമയ്ക്ക് പോവാത്തതെന്താ? പാർക്കിൽ പോണില്ലേ? പൂങ്കുന്നത്തെ ബീച്ചിൽ പോയാ രസമുണ്ട്. എന്നാ ഷോപ്പിംഗ്? എപ്പോഴും അന്വേഷണങ്ങളാ. എന്തൊക്കെയോ മുനകൾ ഓരോ വാക്കിലും ഒളിപ്പിച്ചു വെച്ചാ സംസാരിക്കുന്നത്. അതായത് നമ്മൾ രണ്ടുപേരും ഒരേ സിറ്റുവേഷനില്ല. 2 ആഴ്ച മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. രക്ഷപ്പെടാൻ തന്റെ മനസ്സിൽ എന്തെങ്കിലും പഴുതുകളുണ്ടോ? എല്ലാ പഴുതുകളും അടച്ചിട്ട് എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? കൂടിന്റെ വാതിലുകൾ അടച്ചുപൂട്ടി താക്കോല് മടിയിൽ വെച്ചിട്ട് രക്ഷപ്പെട്ടൂടെയെന്ന് ചോദിക്ക. ഇത് ക്രൂരതയാ. ഓ, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷി താൻ, കൂട്ടിലടിച്ച ക്രൂരൻ ഞാൻ. കൊള്ളാം കണ്ടെത്തൽ. സമയം ഒരുപാടായി, എനിക്ക് ഉറങ്ങണം. അതോ ഇനി ഉറക്കം ഒഴിവാക്കണം? കിടന്നോ? ഇതാരെ ഈ സമയത്ത്? ആഹാ, സുധയായിരുന്നോ? തനിച്ചേ ഉള്ളോ? രഘുവരം വന്നില്ലേ? എന്ത് പറ്റി നിനക്ക്? വയ്യേ? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്നിട്ട് ശേഖരേട്ടനെ കണ്ടോ? അച്ഛനെ മാത്രമല്ല ബാക്കിയുള്ളവരെയും കണ്ടു. എന്താ മോളെ ഇത്? കരയാതെ. എന്നാലും അച്ഛൻ ഇങ്ങനെ ഒരു ചതി എന്നോട് ചെയ്തല്ലോ. നീ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ?
ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? രഘുവരൻ അറിഞ്ഞോ വിവരങ്ങള്? രഘുവേട്ടന് ഞാനും കൂടിയാ പോയത്. എല്ലാം നേരിട്ട് കണ്ട് എന്നെ മനസ്സിലാക്കി. പിന്നെ ആയാലും അറിയണ്ടേ, ഞങ്ങൾക്കിടയിൽ ഒരു രഹസ്യമില്ല ചിറ്റെ. എന്നിട്ട് രഘുവരൻ അത് ഇങ്ങോട്ട് വരാതിരുന്നത്? കടയിൽ പോണ്ടേ. ശേഖരേട്ടന് ഇത് എന്ത് പറ്റിയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചിറ്റ വിളിച്ചപ്പോഴും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കൂസലില്ലാതെ അച്ഛനെ കണ്ടപ്പോ ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്താ മോളെ? സത്യം പറയൂ എന്നോട്. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ ചിറ്റേന്ന് വിളിക്കുന്നെങ്കിലും എനിക്ക് അമ്മയെ പോലെയാ. ഇത്രയും നാള് ഞാൻ വളർന്നത് പനയ്ക്കല. അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ല. കുഞ്ഞുനാളില് ഞാൻ വിചാരിച്ചിരുന്നത് ശിവരാമ മാമന്റെയും ചിറ്റയുടെയും മകളെ ഞാനെന്നാ. പിന്നെ ഞാൻ അറിയുന്നത് ഇത് അച്ഛന്റെ പെങ്ങളാണ്. സുധയ്ക്ക് എന്താ ചോദിക്കാനുള്ളത്? അച്ഛന്റെ മകളല്ലേ ചിറ്റ ഞാൻ? അച്ഛന്റെ ഇപ്പോഴത്തെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെയാ തോന്നുന്നത്. പറ ചിറ്റെ, ചിറ്റയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ, എന്റെ അച്ഛനല്ലേ അത്? നീ എന്തൊക്കെ ഈ പറയുന്നത്? വെറുതെ ഓരോ സംശയങ്ങള്. ഞാൻ അറിയാത്ത ഒരു രഹസ്യമില്ല. എന്ത് രഹസ്യം? മോള് വെറുതെ കാട് കയറി ഓരോന്ന് ചിന്തിക്കണ്ട. എന്താ സുധേ നീ ആലോചിക്കുന്നത്? ചിറ്റ എനിക്ക് വിശ്വാസം. പക്ഷെ ഇക്കാര്യത്തിൽ ചിറ്റ എന്റെ മുന്നിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരബദ്ധം പറ്റിയ അത് തിരുത്താനാ സാധാരണ ആരും നോക്കുന്നത്. അച്ഛന് പക്ഷെ യാതൊരു കുലുക്കവും ഇല്ല. ചെയ്തത് നാണം കെട്ട കാര്യമാണെന്നൊരു വിചാരവും. എന്നെ പൂർണ്ണമായിട്ട് എഴുതി തള്ളിയതുപോലെ സംസാരിക്കുന്നത്. അച്ഛന്റെ സ്വത്തിലിനി അവകാശം ചോദിച്ച് ചെല്ലരുത് പോലും. മോളെ വിളിച്ചപ്പോഴേ ഞാനത് പറഞ്ഞില്ലേ? രഘുവേട്ടനും വാശിയില്ല. സ്വന്തം അച്ഛനേക്കാൾ ബഹുമാനമായിരുന്നു എന്റെ അച്ഛനെ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു. രഘുവരന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞു? ഇല്ല, അറിയിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? എന്നായാലും അറിയും. പിന്നെ ആ വീട്ടിൽ എനിക്ക് എന്ത് വിലയുള്ളത്? രഘുവരന് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ? ഇതുവരെ ഇല്ല. എന്നായാലും ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ അവിടെ, ഒരു കുടുംബം ഇല്ലേ? ഇതറിഞ്ഞ കുത്തുവാക്കുകൾ കേൾക്കാൻ എനിക്ക് സമയം കാണൂ. വാക്ക് പറഞ്ഞത്ര സ്ത്രീധനവും സ്വർണവും കൊടുക്കാത്തതിന്റെ പേരിൽ രഘുവേട്ടന്റെ അമ്മ ഇപ്പോഴും മുറുമുറുക്കുന്നുണ്ട്. അച്ഛന്റെ കയ്യിൽ നിന്ന് ഇനി ഒന്നും കിട്ടില്ല എന്ന് കൂടി അറിഞ്ഞാ പിന്നെ ആ വീട്ടിൽ എന്ത് സ്ഥാനം എനിക്കുണ്ടാവാ? മോളിപ്പോ എന്താ പറഞ്ഞേ? വാക്ക് പറഞ്ഞ സ്വർണവും പണവും ഒന്നും തന്നില്ലാന്നോ? ഇല്ല ചിറ്റെ. ശേഖരേട്ടൻ അതെല്ലാം തന്ന് ഇടപാട് തീർത്തു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഞാൻ ചിറ്റയോട് എന്തിനാ കള്ളം പറയുന്നത്? ഇപ്പൊ മനസ്സിലായി ആ പൊന്നും പണവും പോയത് എവിടെയാണെന്ന്. ഇത് ഞാൻ ശേഖരേട്ടനോട് ചോദിക്കും. ഇത്രയും കടന്ന കൈ ശേഖരേട്ടൻ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പണ്ടേ അമ്മ നഷ്ടപ്പെട്ടു, ഇപ്പൊ അച്ഛനും ഇല്ലാതായി. എനിക്ക് ആരും ഇല്ലാതായി ചിറ്റെ. ഞാൻ ഇനി എന്താ ചെയ്യാ? ഇങ്ങനെ കരയാതെ മോളെ. മോക്ക് ചിറ്റയില്ലേ? കരയാതിരിക്കും. ശേഖരേട്ടൻ ഇങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിലിരുന്നാൽ എങ്ങനെയാ? സുമിത്രയ്ക്ക് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നം എനിക്കല്ല, സുധയ്ക്കാ. അവൾക്ക് വേണ്ടി ഞാൻ ശേഖരേട്ടനെ ഏൽപ്പിച്ചതൊന്നും തന്നെ അവൾക്ക് കിട്ടിയിട്ടില്ല. ഒന്നും സുധയ്ക്ക് കിട്ടിയില്ലെന്ന് പറയരുത്. അല്പസ്വല്പം എല്ലാം വിട്ടുപോയി കാണും. ആരും കുറ്റം പറയാത്ത രീതിയിൽ അവളുടെ കല്യാണം നടത്തിയത് മറക്കരുത്. കയ്യിലും കഴുത്തിലും ഒക്കെ വൃത്തിയായിട്ട് സ്വർണം ഇട്ടിട്ടാ സുധയെ ഞാൻ പന്തലിലോട്ട് ഇറക്കിയത്. ആ സ്വർണം ശിവരാമേട്ടൻ വാങ്ങി തന്നാണെന്നുള്ള കാര്യം ഏട്ടൻ മറക്കണ്ട. 2 പൂമാലയും സദ്യയുടെ പാതി ചെലവും അല്ലാതെ
ശേഖരേട്ടൻ സുധയുടെ കല്യാണത്തിന് എന്താ മുടക്കിയത്? ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് 10 പേർക്ക് സദ്യ കൊടുത്തതിന്റെ കണക്ക് പറയലേ സുമിത്രേ, നാണക്കേടാ. എന്നാലേ പറയാൻ വേറെയുണ്ട് കണക്ക്. കല്യാണം കഴിഞ്ഞ് സുധയ്ക്ക് സ്ത്രീധന ബാക്കി കൊടുക്കാനാണെന്ന് പറഞ്ഞു വാങ്ങിയ പണം എവിടെ? പണയം വെക്കാൻ വേണ്ടി അവളുടെ കൈ നേട്ടം വാങ്ങിയ സ്വർണ്ണം എവിടെ? അതിന് പുറമെയാണ് ഇൻഷുറൻസിന്റെ 5 ലക്ഷം. അപ്പൊ എല്ലാ കണക്കും ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു നീ. എല്ലാത്തിനും കൂടി എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ. എനിക്ക് എന്റേതായ ചെലവുകളുണ്ടായിരുന്നു, അത് നോക്കണമായിരുന്നു. വല്ലവന്റെയും പുഞ്ചയിലെ വെള്ളം കണ്ടിട്ടല്ല സ്വന്തം പാടത്ത് കൃഷി ഇറക്കേണ്ടത്. വല്ലവരുടെയും കൃഷി നോക്കി നടത്തേണ്ടി വന്നാ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. രഘുവരന്റെ വീട്ടുകാർ മര്യാദക്കാരായതുകൊണ്ട് ഇതുവരെ ക്ഷമിച്ചു. നാളെ അവര് സുധയെ പുറന്തള്ളിയാലേ എന്ത് ചെയ്യും ശേഖരേട്ടാ? പെയ്യാത്ത മഴയുടെ കാര്യം പറഞ്ഞ് നീ എന്തിനാ കുട നിവർത്തുന്നത്? അങ്ങനൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാലോ? അങ്ങനെ രഘുവരന്റെ വീട്ടിൽ നിന്ന് സുധ ഇറങ്ങേണ്ടി വന്നാ നീ നോക്കിക്കോണം അവളുടെ കാര്യം. ഞാനോ? എന്താ, മനീഷ് ഒരു പെണ്ണിനെയും വിളിച്ചോണ്ട് വന്നത് അങ്ങോട്ടല്ലേ? കറങ്ങി തിരിഞ്ഞു വന്ന് അല്ലേ അവിടെ തന്നെ ഉണ്ട്. കൂട്ടത്തിൽ ഒരു വയറുടൻ കഴിഞ്ഞു പോവും. സുധയ്ക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. അപ്പോ ശേഖരേട്ട സുധയെ എഴുതി തള്ളി എന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാം സുമിത്ര തന്നെ സങ്കല്പിച്ചുണ്ടാക്കുന്നതാ. ഒരു പ്രാരാബ്ദവും ഇല്ലാതെ അന്തസ്സായിട്ട് അവള് ജീവിക്കുന്നത് കാണണം എനിക്ക്. അതിനുവേണ്ടിയാ കഷ്ടപ്പെട്ട് ഞാൻ ഓരോന്ന് സ്വരൂപ ചേട്ടനെ ഏൽപ്പിച്ചത്. ഒരു പ്രാരാബ്ദവും കൂടാതെ സുധ ജീവിക്കുന്നുണ്ടല്ലോ. ഇത്രയും ക്രൂരത പാടില്ല ശേഖരേട്ട. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയാൻ സുമിത്രേ. ശേഖരേട്ടന് ആരും തുണയില്ലാതെ ഇവിടെ കഴിയണമായിരുന്നു. നിങ്ങളുടെ ഓരോരോ ആവശ്യങ്ങൾക്കും ഞാൻ ഓടി വരണമായിരുന്നു. നിന്റെ മക്കൾ കേസ് ഉണ്ടാക്കുമ്പോ ശുപാർശയ്ക്ക് ഓടണമായിരുന്നു. എനിക്കൊരു കുടുംബം ഉണ്ടായി സ്വസ്ഥമായ പിന്നെ എന്നെ നിങ്ങൾക്ക് കിട്ടില്ലല്ലോ. ഇതല്ലേ ഈ ചൂടിന്റെ കാരണം. എന്നാലേ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതം ഞാൻ അങ്ങ് നിർത്തി. ഇനി എന്റെ ജീവിതം, എന്റെ കുടുംബം, അതേ ഉള്ളൂ ശേഖരന്. ഇങ്ങനെ ബാക്കിയുള്ളവരെ ചതിച്ചിട്ടാണെങ്കിലേ ആ കുടുംബം എങ്ങും എത്താൻ പോണില്ല ശേഖരേട്ട. ജീവിതത്തിൽ ഏട്ടന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കണ്ട. അത്രയ്ക്ക് സങ്കടമുണ്ട് സുധയുടെ കാര്യത്തിൽ എനിക്ക്. ശാപാണോ? അല്ല, സങ്കടം. ഇനി ശാപാണെന്ന് തോന്നിയാലും എനിക്കൊന്നുമില്ല. ഗതി പിടിക്കണമെങ്കിൽ ശേഖരേട്ടൻ മറിച്ച് ചിന്തിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, പ്രതാപനെ ഈ വഴിക്കെങ്ങും കാണാറില്ലല്ലോ. കുറച്ച് ദിവസമായി തിരക്കോട് തിരക്കായിരുന്നു അമ്മായി. തൃശ്ശൂരെ നമ്മുടെ കോലവും വക ഓട്ട് കമ്പനിയിലെ ചില തൊഴിൽ പ്രശ്നങ്ങള്. ഹോ, അതിന്റെ പിന്നാലെ ആയിരുന്നു ഞാൻ. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? പിന്നെ പരിഹരിക്കാതെ ഞാനല്ലേ ഇടപെട്ടത്. ആ, കമ്പനി നന്നായിട്ട് നടക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല, കമ്പനി പൂട്ടി. ഏ? എന്നാ പിന്നെ നമുക്ക് അകത്തേക്ക് ഇരിക്കാം അമ്മായി. ആ വാ വാ വാ. എവിടെ എല്ലാരും? കാർത്തികയും യതീന്ദ്രനും കൂടി ആശുപത്രി വരെ ഒന്ന് പോയിരിക്ക. കുഞ്ഞിന് നല്ല സുഖമില്ല. ഉദയനും ഭാര്യയും ഉണ്ട്. നന്ദനെ, രണ്ടുപേരും കൂടി ഒന്ന് വന്നേ. ഇന്നലെ എല്ലാവരും കിടക്കാൻ താമസിച്ചു. അതിന്റെ ക്ഷീണം മാറിയിട്ടുണ്ടാവില്ല. ഇന്നലെ എന്തായിരുന്നു അമ്മായി വിശേഷിച്ച്? ഉദയൻ എവിടെയോ മീറ്റിങ്ങിന് പോയിട്ട് കുറെ വൈകിയാ വന്നത്. രാത്രി 1 മണിയൊക്കെ ആയി കാണും. നല്ല 4 വഴക്കു പറഞ്ഞോന്ന് ഞാൻ വിചാരിച്ചതാ. അപ്പോതേ അവന് നന്ദനെ ഒരു സൈഡായി. പിന്നെ ഞാൻ എന്തു പറയാനാ? ഭാര്യയ്ക്കില്ലാത്ത ഉത്കണ്ഠ അമ്മയ്ക്ക് എന്തിനാണെന്ന് വിചാരിച്ചു. ഉദയന് പഴയതുപോലെ വെള്ളടിയൊക്കെ ഉണ്ടോ അമ്മായി? അതൊക്കെ മാറി പ്രതാപ. കല്യാണം കഴിഞ്ഞത് പിന്നെ ഉദയനെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. അതിന് നമ്മുടെ നന്ദനെ സമ്മതിച്ചിട്ട് വേണ്ടേ? പ്രതാപനെ ഒന്ന് നേരിട്ട് കണ്ട് നന്ദി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അമ്മായി പറഞ്ഞോളൂ, ഇപ്പൊ കണ്ടല്ലോ. നന്ദിയുണ്ട് പ്രതാപ, ഇങ്ങനൊരു ബന്ധം ഏർപ്പാടാക്കി തന്നതിന്. അതൊക്കെ എന്റെ ചുമതലയല്ലേ അമ്മായി? ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എത്രയോ മാറിയെന്നു ഉദയൻ. നന്ദന വരും, എല്ലാം ശരിയാകും എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതാണ് പ്രതാപൻ. നാടകം എന്ന് പറഞ്ഞുള്ള ഉദയന്റെ ഈ കറക്കം കൂടി ഒന്ന് നിന്ന് കിട്ടിയാ മതിയായിരുന്നു.
ഇതാര് കല്യാണത്തിനന്ന് മുങ്ങിയിട്ട് ഇപ്പോഴാണോ പൊങ്ങുന്നത്? ആകെ ഒരു ഓട്ടത്തിലായിരുന്നു ഉദയ. ആ, മറ്റുള്ളവരെ ഓടിച്ചാൽ മാത്രം പോരല്ലോ, സ്വയം കുറച്ചൊക്കെ ഓടണ്ടേ? ആ, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊരു നാടകത്തിലെ ശൈലി അമ്മായി. മൃച്ഛകടികത്തിലാണോ സ്വപ്നവാസവദത്തത്തിലാണോ എന്നാ എനിക്ക് ഡൗട്ട്. ഏയ്, രണ്ടിലും അല്ല. വേഷപ്രച്ഛന്നം എന്ന് പറയുന്ന നാടകത്തിലാണ്. അങ്ങനെ ഒരു നാടകമുണ്ടോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ. പുതിയൊരു നാടകം അമ്മായി. ദേ ഫസ്റ്റ് എഡിഷൻ ഇറങ്ങിയിട്ടേ 2 ആഴ്ചയായിട്ടില്ല. ആ, എന്താ ഉദയ, ഡ്രാമയ്ക്ക് നല്ല അഭിപ്രായം ഉണ്ടോ? ആക്ടേഴ്സിന് അഭിനയിക്കാനുള്ള വകയുണ്ട്. പിന്നെ സബ്ജക്റ്റ്, അതിനെപ്പറ്റി എനിക്ക് അത്ര അഭിപ്രായമില്ല. മതി നാടകത്തിന്റെ ചർച്ച. ജീവിതം എന്ന് പറയുന്നത് വലിയൊരു നാടകമാണല്ലോ അമ്മായി. ഞാൻ ചായ എടുക്കാം. ആ നന്ദനെ, പ്രതാപേട്ടന് ഗ്രീൻ ടീ ആയിക്കോട്ടെ. എന്താ പ്രതാപേട്ട? ഓ ആയിക്കോട്ടെ 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 അല്ലേ അമ്മായി. പ്രതാപേട്ട ഇരിക്കും. ദൈവമേ. ആ കോലോത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോണം അമ്മായി? ടെക്സ്റ്റൈൽസിൽ ഇപ്പോ കച്ചവടം തീരെയില്ല. സ്കൂൾ അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളൂ, അതിന്റെ ക്ഷീണ. ഇതും ഇത്തരം കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം ആവണം ഈ ജൗളി വ്യാപാരമൊക്കെ ഒന്ന് ഉഷാറാവാൻ. ആ, ഉദയൻ ബിസിനസ്സിലൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയോ? ഇവനോ തുണിക്കടയോട് ചേർന്നൊരു നാടക ക്യാമ്പ് ഇട്ട ചിലപ്പോ അങ്ങോട്ട് നോക്കുമായിരിക്കും. അമ്മ കളിയാക്കാൻ മറ്റും വേണ്ട. കോവിലകത്തെ ബിസിനസ്സുകൾ ശ്രദ്ധിക്കാൻ പോവാ ഇവിടെ ഒരാള്. ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത്. ആ, അത്രയും കേട്ടല്ലോ, സമാധാനമായി. പ്രതാപേട്ടൻ എന്താ പെട്ടെന്ന് ആബ്സെന്റ് മൈൻഡഡ് ആയത്? ഒന്നുമില്ല. നിങ്ങൾ എന്താ ഹണിമൂൺ ട്രിപ്പ് പെട്ടെന്നാണ് ക്യാൻസൽ ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനാ പ്രതാപനെ വിളിച്ച് വിവരം പറഞ്ഞത്. ആ, മഴ സീസൺ കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചിട്ടാ. 1 മാസത്തെ ടൂറ്, അങ്ങനെയല്ലേ? 1 മാസോ? ആ, ഓസ്ട്രേലിയ പോവാന്ന് വിചാരിച്ചു. ഏത് ആഫ്രിക്ക ആയാലും വേണ്ടില്ല, ഓണത്തിന് മുമ്പ് ഇങ്ങ് എത്തിയേക്കണം. ദേ, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമല്ലേ, ഊണ് ഇവിടെ തന്നെ ആയിരിക്കണം. കാത്തിരുന്ന് കല്യാണം കഴിച്ചവരല്ലേ അമ്മായി. ഇന്നു മുതൽ എന്നും ഇവർക്ക് തിരുവോണായിരിക്കും അല്ലേ ഉദയ? ആ, പ്രതാപനോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. അപ്പളെ വിളിച്ച് ചോദിക്കണ്ടേ അമ്മായി? അമ്മായിക്ക് എന്തിനാ എന്നോട് ഫോർമാലിറ്റി? ഫോണിലല്ല, നേരിട്ട് സംസാരിക്കേണ്ട കാര്യമാ, അതും ഇവരുടെ മുമ്പിൽ വെച്ച്.